ഹലോ ഗൈസ്, നമ്മുടെ റോബിൻ ചാച്ചൻ നമ്മുടെ പള്ളിയിൽ വരുന്ന റോബിൻ ചാച്ചൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. 1-ാം വയസ്സ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മുടെ ഏബിൾ ജോസഫ് ഉണ്ട്, ജിൻഡോ ബോഡിക്രാഫ്റ്റ് ഉണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് അവിടെ ചെന്നു. പിന്നെ വൈകിട്ട് നമ്മൾ ഒന്നുകൂടെ പോകുന്നതാണ്. നമ്മളെ നിതിനും അലനൊക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ വൈകിട്ട് ഒന്നുകൂടെ പോകുന്നുണ്ട്. നമുക്കിനി നേരെ അകത്തോട്ട് കയറും. അപ്പോൾ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെയാണ് ഏബൽ ഷിൻഡോയെ നോക്കുന്നു, ഷിൻഡോ ഏബലിനെ നോക്കുന്നു. അവസാനം ഷിൻഡോ ആണ്ട് ഊക്ക് കിട്ടി മിണ്ടാതെ അവിടെ ഇരിക്കുന്നത്. എന്താ ചെയ്യാനാണ്, പാവമല്ലേ ഗൈസ്. ഇതാണ് നമ്മുടെ റോബിൻ ചാച്ചൻ്റെ 1-ാമത്തെ മോൻ നന്നു എന്നാണ്. അവൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് നന്നു എന്ന്. ഒറിജിനൽ പേര് ഞാൻ മറന്നുപോയി. അപ്പം ജിൻഡോ ബോഡിക്രാഫ്റ്റിൻ്റെ മടി കയറി നിന്നിട്ടുണ്ട്. ജിൻഡോ ബോഡിക്രാഫ്റ്റ് മാസാണെന്നൊക്കെയാണ് കൊച്ചു പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. നമുക്കിവിടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഏബൽ ജോർജ്, ജിൻഡോ ബോഡിക്രാഫ്റ്റ് പുറകിലുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റോബിൻ ചാച്ചൻ ആൻഡ് ഫാമിലി. നമ്മുടെ ഏബിൾ സൈഡിൽ നിൽപ്പുണ്ട്. സേബിൾ സൈഡിൽ നിന്ന് എന്തുകൊണ്ടൊക്കെ പറയുന്നുണ്ട്, എന്തോ ഇരുന്ന് പറയുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കൾ. അപ്പം ഉറങ്ങുമായിരുന്നു, ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ കുഞ്ഞ്. അവിടെ പിള്ളേർക്ക് മേടിച്ച കിൻഡർ ജോയിലെ ടോയ്സ് എടുത്ത് ഫിറ്റ് ചെയ്യുന്ന 24 വയസ്സ് അലൻ എന്താ കാണിക്കുന്ന പോലും അറിയത്തില്ല. അലൻ മാത്രമല്ല, നമ്മുടെ ഇമ്മാരും ഉണ്ട്, നമ്മുടെ ജിൻഡോ ബോഡിക്രാഫ്റ്റും നമ്മുടെ നിതിനും ഉണ്ട്. കൊച്ചു പിള്ളേരുടെ മനസ്സാണ് വയസ്സ്, എന്തോ ചെയ്യാനാ, വിട്ട് കളയണമല്ലേ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അലൻ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അലൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണം. ഞങ്ങളൊക്കെ നേരത്തെ കഴിച്ചാണ്. പുള്ളി ഇച്ചിരി വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അന്നു എന്നെ കള്ളാന്ന് വിളിച്ചുകൊണ്ട് ഇവനെ അടുത്ത് പൊക്കിയതാണ്. അവൻ്റെ 2-3 അടിയും കിട്ടി. അടിപൊളിയായിരുന്നു. ഞാൻ അവിടെ ഒന്നും അറിയാണ്ട് അവിടെ സൈഡിൽ പോയി മാറി ഇരുന്നിട്ടുണ്ട്. ബർത്ത്ഡേ ഗേളിനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. കേക്ക് മുറിക്കാനല്ല, ഫോട്ടോ എടുക്കാനായിട്ടാണ്. കേക്കൊക്കെ രാവിലെ മുറിച്ചു. ഞങ്ങൾ വൈകിട്ടാണ് വന്നത്. ഞാൻ ഉച്ചയ്ക്ക് വന്നായിരുന്നു, പിന്നെ വൈകിട്ട് 1:30 വന്നതാണ്. അപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ നോക്കി. പക്ഷേ ജന്മം ചെയ്ത ആ കുഞ്ഞിൻ്റെ അടുത്ത് വരത്തില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഓക്കെ, ബൈ ഗൈസ്.